നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നീതി ആയോഗിന്റെ സൂചികകളാണ്. നമ്മള് ബാക്കിയുള്ള ലോക സൂചികകളെല്ലാം ഇൻഡെക്സസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് കേരളത്തിന്റെ സൂചികകൾ അല്ലാതെ ഇന്ത്യയുടെ ലോകത്തിന്റെ എല്ലാ സൂചികളും ചേർത്തിട്ടുള്ളൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടു നോക്കാം. അപ്പോ ഇത് അതിൽ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നീതി ആയോഗ് ഇൻഡെക്സിന്റെ സെപ്പറേറ്റ് വേണം. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. മാത്രമല്ല കഴിഞ്ഞ LGS എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം അടുത്ത എക്സാംസിന് വേറെ അതിൽ കൂടുതൽ ചോദിക്കുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത് എന്നായിരുന്നു ആ ക്വസ്റ്റ്യൻ. അതായത് കഴിഞ്ഞ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ. ഉത്തരാഖണ്ഡായിരുന്നു. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇത് എന്താണ് മൊത്തത്തിൽ 2023-24 നിതി ആയോഗിന്റെ സുസ്ഥിര വികസന റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ സ്ഥാനം എത്ര, കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം, അതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരാഖണ്ഡായിരുന്നു. അപ്പൊ കേരളവും ഉത്തരാഖണ്ഡുമാണ് ഒന്നാം സ്ഥാനത്ത് വന്നത്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇനി ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമുക്ക് ചോദിക്കുന്നത് എത്രാമതാണ്, അല്ലെങ്കിൽ ഇന്ത്യ എത്രാമതാണ്, അല്ലെങ്കിൽ കേരളം എത്രാമതാണ്, പൊസിഷൻ എത്രയാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ പൊസിഷനിലുള്ളത് ആര്, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ കഴിഞ്ഞ എക്സാമിന് ഇത് എത്ര രാജ്യങ്ങളുമായിട്ടാണ് ഇത് മത്സരിച്ചത്, എത്ര രാജ്യങ്ങളുമായിട്ടാണ് മത്സരിച്ചത് എന്ന് ചോദിച്ചു. എനിക്ക് 143 വേറെ ഏതോ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇതല്ല, വേറൊരു ക്വസ്റ്റ്യൻ. അപ്പൊ നിതി ആയോഗിന്റെ ആ ഒരു ഇൻഡെക്സ് ചോദിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നിതി ആയോഗിന്റെ ഉള്ളിൽ വരുന്ന ബാക്കിയുള്ള ഇൻഡെക്സ് കൂടെ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചത്. ഇനി അടുത്ത എക്സാംസിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാന്ന് നമുക്ക് അറിയില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. അപ്പോ SDG ഇന്ത്യ ഇൻഡെക്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് നിതി ആയോഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മുടെ ഈ പഞ്ചവത്സര പദ്ധതികളിലും അവരൊരു റിപ്പോർട്ടിൽ എത്ര പെർസെന്റേജ് വളർച്ച ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എടുക്കത്തില്ലേ, അത് ചോദിക്കാറുണ്ടല്ലോ. അതുപോലെ നിതി ആയോഗില് ഇവര് ഓരോ വർഷവും 2023-24 എത്ര സ്ഥാനം, ഓരോ സംസ്ഥാനത്തിനും എത്ര സ്ഥാനമാണ് എന്ന് ഒരുപാട് ഗോൾസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടെടുക്കും. അതിൽ ഒന്നാം സ്ഥാനത്ത് വന്നതാണ് കേരളവും ഉത്തരാഖണ്ഡും. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ ആയിരുന്നത്. അപ്പൊ കേരളം ഉത്തരാഖണ്ഡാണ് ഒന്നാം സ്ഥാനം. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്, എത്ര ഗോൾസ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്, അതിലൊക്കെ എത്രാം സ്ഥാനമാണ്, അറ്റ്ലീസ്റ്റ് കേരളത്തിന് എത്രാം സ്ഥാനമാണ്, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഏത് സംസ്ഥാനമാണെന്ന് കൂടെ പഠിച്ചു വെച്ചേക്കാം. അപ്പൊ SDG ഇന്ത്യ ഇൻഡെക്സ് ആണ്, ടുവാർഡ്സ് വികസിത് ഭാരത് സസ്റ്റൈനബിൾ പ്രോഗ്രസ് ഇൻക്ലൂസീവ്. ഇതിന്റെ പുറമെ ഇതായിരുന്നു SDG ഇന്ത്യ ഇൻഡെക്സ് സുസ്ഥിര വികസനമാണ്. അപ്പൊ അതാണ് എക്സാമിന് ചോദിച്ചിരുന്നത്. അപ്പൊ ഇതില് എത്ര സ്കോർ ആയിരുന്നു കേരളത്തിന് എന്ന് ചോദിച്ചാല് 71 ആയിരുന്നു കേട്ടോ. 71 ആയിരുന്നു. അതിന്റെ കൂടെ ഒന്നാം സ്ഥാനം പങ്കിട്ടത് ഉത്തരാഖണ്ഡായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇതെന്താണ് 2018, 19, 20, 21, 23, 24 ഇത്രയും ഉള്ള സ്കോർ. അപ്പൊ നമുക്ക് ഇൻക്രീസ് ചെയ്ത് വരികയാണ് സ്കോർ, സുസ്ഥിര വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്കോർ. ഇതെങ്ങനെയാണ് ഈ സുസ്ഥിര വികസനം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക വെച്ചാൽ ഇവർക്ക് ഒരു 16 ഗോൾസ് ഉണ്ട്. പല കാര്യം ഈ ക്വാളിറ്റി, അതായത് എഡ്യൂക്കേഷൻ ക്വാളിറ്റി, വിശപ്പ് രഹിതം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അങ്ങനെ ഒരുപാട് ഗോൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് ചോദിക്കത്തില്ലേ, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എല്ലാ ഗോൾസും കൂടി, അതായത് ഒരു 16 ഗോൾസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കേരളവും ഉത്തരാഖണ്ഡും ഒന്നാം സ്ഥാനത്ത് എത്തിയത്. നമുക്കിനി പഠിക്കേണ്ടത് ഈ 16 ഗോൾസ് പഠിക്കുക. ആ ഗോൾസിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഒന്നാം സ്ഥാനം, കേരളം എത്രാം സ്ഥാനത്താണ്, ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. കുറച്ച് ടഫ് ആയിട്ടുള്ളതാണ്. പക്ഷെ നമുക്കിനി ചോദിച്ചാലോ, ഇനി അടുത്ത എക്സാമിന് ചോദിച്ചാലോ എന്ന് അറിയില്ല. അതുകൊണ്ടാണ് അതുകൂടെ പഠിച്ചു വെക്കുന്നത് കേട്ടോ. ഇപ്പൊ 2018 മൊത്തത്തിലുള്ള സ്കോർ ആണ്. 2018 57, 2019-20 സ്കോർ എത്രയായിരുന്നു, 60 ആയിരുന്നു. 20-21 സ്കോർ 66, 23-24 നമ്മൾ നേരത്തെ ഇപ്പൊ നോക്കിയതുപോലെ 71 ആണ് സ്കോർ, മൊത്തത്തിലുള്ള സ്കോർ. ഇനി കേരളത്തിൽ പ്രത്യേകം എടുത്തു വരുവാണെങ്കിൽ 23-24 79 പോയിന്റ്സ് വാങ്ങിച്ചിട്ടാണ് കേരളം ഒന്നാമതെത്തിയത്. ആരുടെ കൂടെ, ഉത്തരാഖണ്ഡിന്റെ കൂടെ. ഓക്കെ, പിന്നെ 20-21 75 പോയിന്റ്സ് ആണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഒരു 16 ഗോളുകൾ ഉണ്ട്. SDG 1, SDG 2, അങ്ങനെ SDG 16 വരെ ഗോൾ ഉണ്ട്. അപ്പൊ നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും നോക്കിയിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ, നോ പോവർട്ടിക്ക് ആണെങ്കിൽ ഓരോ സംസ്ഥാനത്തിനും ഇത്ര റാങ്കിങ് കൊടുക്കും. അങ്ങനെയാണ് ഈ 16 എണ്ണത്തിനും ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറീസുകൾക്കും ഓരോരോ റാങ്കിങ് കൊടുക്കും. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് മൊത്തത്തിലുള്ള സുസ്ഥിര വികസനത്തിന് ഫസ്റ്റ് മാർക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. കുറച്ച് പാടാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്താണ് എല്ലാ SDG സ്കോറും നോക്കേണ്ടതുണ്ട്. ഓക്കെ,
അപ്പൊ ഓവറോൾ SDG സ്കോർ എത്രയാണ്? 71 ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, 71 ആണ്. 2023-24 71 ആണ് മൊത്തത്തിലുള്ള SDG സ്കോർ. കേരളത്തിലാണെങ്കിൽ 79 ആണ്. അപ്പൊ ഫസ്റ്റ് എന്താണ് ഈ പ്രാവശ്യം 2023-24 നോക്കുവാണെങ്കിൽ ഫസ്റ്റ് എന്താണ്? കേരളയ്ക്കും ഉത്തരാഖണ്ഡിനുമാണ് ഒന്നാം സ്ഥാനം. എത്രയാണ് പോയിന്റ്സ്? 79 പോയിന്റ്സ് ആണ് കേട്ടോ. രണ്ടാമത് വന്നത് ആരാണ്? തമിഴ്നാടാണ്. എത്രയാണ് പോയിന്റ്? 78 പോയിന്റ്സ്. തേർഡ് എന്ന് പറയുന്നത് ഗോവയാണ്. ലീസ്റ്റ് ബീഹാർ. ലീസ്റ്റ് ഒന്നും ചോദിക്കാറില്ല, എന്നാലും നമ്മൾ നോക്കുകയാണ്. 2023-24 ആയതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് സെക്കൻഡും തേർഡും ഒക്കെ പഠിക്കുന്നത്. ഇനിയുള്ള ആ ഗോൾസ് പഠിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റും കേരളത്തിന്റെ മാത്രം നോക്കിയാൽ മതിയാവും. ലീസ്റ്റ് ബീഹാർ ആണ്. എത്രയാണ്? 57 പോയിന്റ്സ്. പിന്നെ യൂണിയൻ ടെറിട്ടറിയിലെ ഫസ്റ്റ് വരുന്നത് ചണ്ഡീഗഡ് ആണ്. അതിന് 77 പോയിന്റ്സ് ആണ് ആ സംസ്ഥാനത്തിന്. ഇതാണ് നിതി ആയോഗിന്റെ 2023-24 SDG ഇൻഡെക്സ്, സുസ്ഥിര വികസനം. ഓക്കെ, SDG മീൻസ് സുസ്ഥിര വികസനം. അതിന്റെ സ്കോർ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ആണ് ഈ കഴിഞ്ഞ LGS-ന് ചോദിച്ചിരുന്നത്. ഓക്കെ ആണ്. അപ്പോ ഇത് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയുകയാണ്. ഈ SDG കണക്കാക്കുമ്പോ മൊത്തത്തിൽ ഇന്ത്യക്ക് ഒരു സ്കോർ ഉണ്ടാവും. അതാണ് എന്താണ് 71 എന്ന് പറയുന്നത്. പിന്നെ ഓരോ ഇപ്പം ഫസ്റ്റ് കിട്ടിയത് ആരാണ്, അതായത് ഒരു ശരാശരിയാണ് 71 എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മള് പല പല കാര്യങ്ങൾ വെച്ചിട്ട് ഈ സംസ്ഥാനങ്ങൾക്ക് ഓരോ റാങ്കിങ് കൊടുക്കും. ആ സംസ്ഥാനങ്ങളുടെ റാങ്കിങ്ങിൽ ഫസ്റ്റ് കിട്ടുന്നതാണ് കേരളയ്ക്കും ഉത്തരാഖണ്ഡ്. ഈ ശരാശരി പോയിന്റ് ആണ് ഇതിന്റെ 71 എന്ന് പറയുന്നത്. പക്ഷെ ഫസ്റ്റ് കിട്ടുന്നവർക്ക് ശരാശരിയിലും കൂടുതലായിരിക്കുമല്ലോ എന്തായാലും. അപ്പൊ കേരളയ്ക്കും 79. ഇതുപോലെ ഒരു 16 ഗോൾ ഉണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ SDG 1 ഇപ്പൊ നോ പോവർട്ടി എന്നാണ് ആദ്യത്തെ SDG 1. നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ നോ പോവർട്ടി എന്നായിരിക്കില്ല ചോദിക്കുന്നത്, മലയാളത്തിലുള്ളതായിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ SDG സുസ്ഥിര വികസനം എന്ന് ചോദിച്ചതുപോലെ മലയാളത്തിലായിരിക്കും ചോദിക്കുമ്പോൾ കറക്റ്റ് മലയാളം ആയിരിക്കില്ല. മേ ബി ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടായിരിക്കും അവര് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മലയാളം, മേ ബി ഇത് കറക്റ്റ് ആവണമെന്നില്ല, എന്നാലും ഞാൻ അതുകൊണ്ടാണ് അത് പറഞ്ഞു പോകുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജന, നോ പോവർട്ടി, പോവർട്ടി ഇല്ലാതിരിക്കുക. അതില് ഫസ്റ്റ് വാങ്ങിച്ചത്. അപ്പൊ SDG 1 എന്തായിരുന്നു? നോ പോവർട്ടി ആയിരുന്നു. അങ്ങനെ ഓരോ 16 വരെ ഉണ്ട്. ഓരോന്നിന്റെ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒന്നാമത്തത് നോ പോവർട്ടി ആണ്, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതിൽ ഒന്നാം സ്ഥാനത്ത് തമിഴ്നാടാണ്. ഓക്കെ, 92 പോയിന്റ്സ് ആണ്. പോയിന്റ്സ് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഫസ്റ്റും സെക്കൻഡും എങ്കിലും പഠിച്ചു വെച്ചേക്കുക. പിന്നെ കേരളത്തിന് എത്രയാണെന്ന് പഠിക്കുക. ഓക്കെ, തെലങ്കാന 2ാം സ്ഥാനമാണ്. കേരളം എത്രയാണ്? 7th പൊസിഷൻ ആണ്. കേരളം എത്രാമതാണ്? കൂടുതലും കേരളത്തിന്റെ ആയിരിക്കും ചോദിക്കാം. കേരളം 7th പൊസിഷൻ ആണ്, 81 പോയിന്റ്സ്. പോയിന്റ്സ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. അടുത്ത യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിൽ ഫസ്റ്റ് ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു ആണ്, 89 പോയിന്റ്സ്. അപ്പം SDG 1 എന്ന് പറയുന്നത് എന്താണ്? നോ പോവർട്ടി, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അതിൽ തമിഴ്നാടാണ് ഫസ്റ്റ്. കേരള 7th പൊസിഷനിലാണ്. അടുത്ത SDG 2 നോക്കി, സീറോ ഹങ്കർ അല്ലെങ്കിൽ വിശപ്പ് രഹിതം. ഫസ്റ്റ് എന്താണ്? കേരള. വിശപ്പ് രഹിതം ഫസ്റ്റ് കേരളമാണ്, 84 പോയിന്റ്സ് ആണ്. സെക്കൻഡ് പഞ്ചാബാണ്. യൂണിയൻ ടെറിട്ടറിയിൽ ഫസ്റ്റ് നേടിയിരിക്കുന്നത് പുതുച്ചേരിയാണ്. ഓക്കെ, കേരള എങ്കിലും കേരളത്തിന് ഫസ്റ്റ് നേടിയതെങ്കിലും ഓർത്തിരിക്കുക കേട്ടോ. ഫസ്റ്റ് കേരളയാണ് വിശപ്പ് രഹിതം അല്ലെങ്കിൽ സീറോ ഹങ്കർ. അടുത്ത SDG 3 നോക്കാം. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, നല്ല ആരോഗ്യവും ക്ഷേമവും. ഫസ്റ്റ് ഗുജറാത്ത് ആണ്, 5th കേരളയാണ്. ഇതിന്റെ പോയിന്റ്സ് ആണ്, വേണം എന്നുള്ളവർ ഓർത്തിരിക്കുക. യൂണിയൻ ടെറിട്ടറിയിലെ ഫസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഡൽഹി. യൂണിയൻ ടെറിട്ടറിയുടെ ഫസ്റ്റ് ആരെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പൊ SDG 3 എന്തായിരുന്നു? ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, അതായത് നല്ല ആരോഗ്യവും ക്ഷേമവും. ഫസ്റ്റ് ഗുജറാത്ത്, 5th കേരള. യൂണിയൻ ടെറിട്ടറിയിലെ ഫസ്റ്റ് ഡൽഹിയാണ്. ഓക്കെയാണ്. അടുത്ത് SDG 4 എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നമുക്കറിയാം, വിദ്യാഭ്യാസത്തിന്റെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്റെ കറക്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ കറക്റ്റ് മലയാളം കിട്ടും. എന്തായാലും നിതി ആയോഗ് ഇംഗ്ലീഷിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി പറ്റിയാണ്. അത് എന്തായിരിക്കും? കേരള തന്നെ ആയിരിക്കും ഫസ്റ്റ് കേരളയാണ്. സെക്കൻഡ് ഹരിയാനയാണ്. യൂണിയൻ ടെറിട്ടറി ഏതായിരിക്കും? ഡൽഹിയാണ് കേട്ടോ. ഫസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഡൽഹിയാണ്. അപ്പൊ എന്താ? ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് അല്ലെങ്കിൽ നല്ല ആരോഗ്യവും ക്ഷേമവും എന്നുള്ളതിൽ ഫസ്റ്റ് എന്താണ്? ഗുജറാത്ത് ആണ്. 5th കേരള. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനില് ഫസ്റ്റ് കേരളയാണ്, സെക്കൻഡ് ഹരിയാന, യൂണിയൻ ടെറിട്ടറി ഡൽഹി. അടുത്ത SDG 5 ആണ് വരുന്നത്. അതാണ് ജെൻഡർ ഇക്വാലിറ്റി, ലിംഗസമത്വം എന്ന് പറയും. ഈ ലിംഗസമത്വം, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ
നീതി ആയോഗിന് ഉള്ളിൽ വരുന്ന ഇൻഡെക്സുകളാണ് കേട്ടോ. അവരൊരു 16 ഗോൾ സെറ്റ് ചെയ്തിട്ട് ഉള്ളിൽ വരുന്നതാണ്. അല്ലാതെ ലിംഗസമത്വത്തിന്റെയൊക്കെ ലോക സൂചികകളുണ്ട്, അതും ഇതുമായിട്ട് മാറിപ്പോവാൻ ചാൻസ് ഇല്ല. കാരണം ഇത് സംസ്ഥാനങ്ങളും മറ്റത് രാജ്യങ്ങളും ഒക്കെ ആണല്ലോ, ഡെൻമാർക്ക് അങ്ങനെയൊക്കെ. അത് ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ട് ഇത് കണ്ടാല് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും നിങ്ങൾക്ക്. 2 പേരുകളും അതിലും ലിംഗസമത്വം ഉണ്ട്, ഇതിലും ലിംഗസമത്വം ഉണ്ട്, അപ്പം കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അറ്റ്ലീസ്റ്റ് കേരളയുടെ പൊസിഷൻ എങ്കിലും പഠിച്ചിരിക്കുക. അടുത്ത SPG 5 ജെൻഡർ ഇക്വാലിറ്റി ലിംഗസമത്വമാണ്. ഫസ്റ്റ് ഏതാണ്? നാഗാലാൻഡ് ആണ് കേട്ടോ. 74 പോയിന്റ്സ് ആണ്. കേരള തേർഡ് ആണ് വരുന്നത്. കേരള വരുന്നത് 66 പോയിന്റ്സ്. യൂണിയൻ ടെറിട്ടറിയിൽ ഒന്നാമത് ഏതാണ്? ലക്ഷദ്വീപ് ആണ്. ഏതിലാണ്? ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ലിംഗസമത്വം. അടുത്ത SDG 6 ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ആണ്. ശുദ്ധജല ലഭ്യതയും ശുചിത്വവും. അതില് ഫസ്റ്റ് എന്താണ്? ഗോവയാണ്. 100 പോയിന്റ്സ് ആണ്. അപ്പം ഈ ഒരു SDG 6 ആദ്യത്തെ 2-3 എണ്ണത്തിന് തന്നെ എന്താണ് 100 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ എത്രാമതാണ്? കേരള 17th ആണ്. അതില് നമ്മൾ ആ ഒരു PDF നോക്കുമ്പോ ഒരു കോളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഫസ്റ്റ് ഗോവയാണ്. വേറെ 1-2 ഇങ്ങനെ പലതിലും അങ്ങനെ വരും കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ കേരള ഉത്തരാഖണ്ഡ് ഫസ്റ്റ് സ്ഥാനം ഉണ്ടായിരുന്നില്ലേ, അതുപോലെ വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഗോവ 100 പോയിന്റ്സ് ആണ്. കേരള എന്താണ്? 17th ആണ് കേട്ടോ. യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ആണ്. അടുത്ത SDG 7 അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി എന്ന് പറയുമ്പം അതിന്റെ മലയാളം ശുദ്ധമായ ക്ലീൻ എനർജി, ഊർജം. അടുത്ത് അതിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. അതിനും 100 പോയിന്റ്സ് ആണ്. കേരളയ്ക്കും എന്ത് തന്നെയാണ്? 100 പോയിന്റ്സ് ആണ്. അപ്പൊ അത് ചെറിയ വേരിയേഷനിലാണ് അവരിങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആന്ധ്രാപ്രദേശ് ആണ്. കേരളത്തിനും എന്ത് തന്നെയാണ്? 100 പോയിന്റ്സ് തന്നെയാണ്. അടുത്ത് SDG 8 എന്ന് പറയുമ്പോൾ ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, മാന്യമായ ജോലിയും സാമ്പത്തിക വളർച്ചയും. അതിൽ ഫസ്റ്റ് എന്താണ്? ഹിമാചൽ പ്രദേശ് ആണ്. കേരള 13th ആണ് കേട്ടോ. അടുത്ത SDG 9 നോക്കുവാണെങ്കിൽ ഇൻഡസ്ട്രി, ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, വ്യവസായം, നവീകരണം, അടിസ്ഥാന സൗകര്യങ്ങൾ. ഇതിന്റെ കറക്റ്റ് മലയാളമാണ് ഞാൻ എടുത്ത് എഴുതിയേക്കുന്നത്. ഓക്കെ, ഗോവയാണ് ഫസ്റ്റ് 76. കേരള എന്താണ്? 3rd പൊസിഷനിലാണ്. നിങ്ങൾ എഴുതി പഠിച്ച് പോവുക. അല്ലാണ്ട് ഇത് 3 പഠിക്കുന്നത് കൊണ്ട് ഓർമ്മയിരിക്കില്ല, ആർക്കായാലും ഇത് ഓർമ്മയിരിക്കില്ല കേട്ടോ. അപ്പോ SDG 10 എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ്, അതായത് കുറഞ്ഞ അസമത്വങ്ങൾ എന്നാണ് ഇതിന്റെ കറക്റ്റ് മലയാളം വാക്ക് വരുന്നത്. ഫസ്റ്റ് എന്ത് തന്നെയാണ്? ഗോവ തന്നെയാണ്. കേരള 11th പൊസിഷൻ ആണ്. അത് SDG 11 നോക്കുമ്പോ സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, സുസ്ഥിര നഗരങ്ങളും സമൂഹങ്ങളും. എക്സാമിന് മിക്കവാറും മലയാളത്തിലായിരിക്കും ചോദിക്കുക. അപ്പൊ സുസ്ഥിര നഗരങ്ങളും സമൂഹങ്ങളും എന്നാണ്. ഫസ്റ്റ് എന്താണ്? മഹാരാഷ്ട്രയാണ്. കേരളയുടെ പൊസിഷൻ 12th ആണ്. ഓക്കെ, അടുത്ത് നോക്കുന്നത് SDG 12 ആണ്. റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ, ഉത്തരവാദിത്തമുള്ള ഉപഭോഗവും ഉൽപാദനവും. ഫസ്റ്റ് ത്രിപുര, കേരള 27th ആണ്. അടുത്ത SDG 13 നോക്കുമ്പോൾ ക്ലൈമറ്റ് ആക്ഷൻ കാലാവസ്ഥാ പ്രവർത്തനം. ഫസ്റ്റ് എന്താണ്? സിക്കിം ആണ്. 3rd കേരളയാണ്. ലൈഫ് ബിലോ വാട്ടർ ആണ് SDG 14. ലൈഫ് ബിലോ വാട്ടർ എന്ന് പറയുമ്പോ വെള്ളത്തിന് താഴെയുള്ള ജീവിതം എന്നാണ് മലയാളത്തിൽ വരുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഫസ്റ്റ് വെസ്റ്റ് ബംഗാൾ ആണ്. കേരള 7th ആണ്. ഇതില് ലൈഫ് ബിലോ വാട്ടർ എന്നുള്ളതിൽ അവർ എല്ലാ സംസ്ഥാനങ്ങളും എടുത്തിട്ടില്ല. കുറച്ച് എനിക്ക് തോന്നുന്നു തീരദേശം ഒക്കെ ഉള്ള സംസ്ഥാനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതിൽ ഫസ്റ്റ് വെസ്റ്റ് ബംഗാളും കേരള 7th പൊസിഷനുമാണ്. ഓക്കെ, അടുത്ത് ലൈഫ് ഓൺ ലാൻഡ് എന്ന് വെച്ചാൽ കരയിലെ ജീവിതം. ഫസ്റ്റ് ജാർഖണ്ഡ് ആണ്. കേരള 7th പൊസിഷനിലാണ്. അടുത്ത SDG 16 പീസ്, ജസ്റ്റിസ്, സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സമാധാനം, നീതി, ശക്തമായ സ്ഥാപനങ്ങൾ. ഫസ്റ്റ് ഗുജറാത്ത് ആണ്. കേരള 5th ആണ്. അപ്പൊ 16 ഗോൾസ് ആണ് നീതി ആയോഗിന്റെ ഇൻഡെക്സിൽ വരുന്നത്. ഒരു 16 ഗോൾസ്. ഈ 16 ഗോൾസിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഏത് സംസ്ഥാനമാണ് ഫസ്റ്റ് പൊസിഷനിലെന്ന് കണ്ടെത്തുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഇതിന് മൊത്തത്തില് എന്താണ്? നിതി ആയോഗിന്റെ SDG ഇൻഡെക്സ് ഓവറോൾ സ്കോർ എന്ന് പറയുന്നത് 71 ആണ്. 2003-2024 71 ആണ്. അതിൽ കേരളയ്ക്ക് ഉത്തരാഖണ്ഡിനും 79 പോയിന്റ് കിട്ടി. അത് 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഈ കേരളയ്ക്കും ഉത്തരാഖണ്ഡിനും എങ്ങനെയാണ് ഈ 1ാം സ്ഥാനം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഒരു 16 ഗോൾസ് വെച്ചിട്ടുണ്ട്. ആ 16 ഗോൾസിനും പ്രത്യേകം 1ാം സ്ഥാനം, 2ാം സ്ഥാനം അങ്ങനെ അതാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെയാണ്. ഇത് 2023-2024 SDG ഇൻഡെക്സ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഇതിന്റെ പേരുകൾ ഒന്ന് ഓർത്തു വെക്കുക. SDG 16 എണ്ണം ഉണ്ട്. പിന്നെ സ്കോറുകൾ, കേരളത്തിന്റെ സ്കോറും
മൊത്തത്തിൽ. അപ്പൊ നിങ്ങൾ നോക്കുക 57, 60, 66, 71 നമ്മൾ ഇൻക്രീസ് ചെയ്താണ് നമ്മുടെ ഗ്രോത്ത് പോകുന്നത് എന്ന് മനസ്സിലാവും. ഓക്കെ, ഇത്രയാണ് SDG ഇന്ത്യ ഇൻഡെക്സ്. അപ്പൊ ഇത് ഇൻഡെക്സുകൾ, ഇത് നിതി ആയോഗിന്റെ ഉള്ളിൽ വരുന്ന ഇൻഡെക്സുകളാണ്. ബാക്കി ഇൻഡെക്സ് ഇതും തമ്മിൽ മാറിപ്പോകരുത്. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ പറയുക. ഇത് അല്പം പാടുള്ള ഒരു ടോപ്പിക്കാണ്, നിങ്ങൾ എഴുതിയെടുത്ത് തന്നെ പോവുക. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പൊ പുതിയ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോ അടുത്ത എക്സാമിന്, LGS എക്സാമിനും 10th പ്രിലിംസിനും വേണ്ടിയിട്ട് പോകുന്നവർ ഇതൊന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. നമുക്കറിയില്ല എവിടുന്നാ ചോദിക്കുക എന്നറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതും കൂടി ഒന്ന് നോക്കി വെച്ചേക്കുക. താങ്ക് യു.